നമ്മുടെ ഭാരതം. രാജ്യങ്ങളുടെ കൂട്ടത്തിലെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം അവലംബിക്കുന്ന നമ്മുടെ മനോഹരമായ ഭാരതം. നീളം കൂടിയ നദികളാലും ഇനി നീളം കുറഞ്ഞ നദികളാലും, വീതി കൂടിയ നദികളാലും ഇനി വീതി കുറഞ്ഞ നദികളാലും, അനേകരെ ഹരാതാകർഷിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ നമ്മുടെ ഭാരതം. സഹ്യപർവ്വതങ്ങളാലും ഹിമാലയ പർവ്വതങ്ങളാലും പീഠഭൂമികളാലും സമഭൂമികളാലും മനോഹരമാക്കപ്പെട്ട വശ്യസുന്ദരമായ നമ്മുടെ ഈ ഭാരതം. എന്റെ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഉറക്കം വയ്ക്കാൻ കഴിയുന്ന ജനാധിപത്യ സംവിധാനം വഴി ഭരണക്രമം മുന്നോട്ട് തിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട മനോഹരമായ നമ്മുടെ ഈ ഭാരതം. ഈ ഭാരതത്തെ അഴകു കൂട്ടുന്ന, മാറ്റം വർദ്ധിപ്പിക്കുന്ന അനവധി പെരുമതി ഒരുമയും ഇറങ്ങി സംസ്ഥാനങ്ങൾ ഇന്ന് നമുക്ക് സ്വന്തമായിട്ടുണ്ട് എന്നെനിക്ക് തന്നെ. അവയിലൊട്ടും പുറകോട്ടല്ലാതെ ഏറ്റവും മെച്ചമായ, അനുഗ്രഹീതമായ, സന്തുഷ്ടമായ, വർണ്ണനാതീതമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ അറബിക്കടലിലും പശ്ചിമഘട്ടത്തിലെ വടക്ക് സ്ഥിതി ചെയ്യുന്ന വശ്യസുന്ദരമായ കൊച്ചു പച്ചത്തുരുത്തായ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെ വൈദേശികരായ പല പ്രിയപ്പെട്ടവരും സാക്ഷര സുന്ദര പ്രമുഖ കേരളത്തിലേക്ക് വന്നുകൊണ്ട് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഭൂലോകത്തിന്റെ സ്വർണ്ണപ്പൊട്ടം ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സംസ്ഥാനമാണ് അവർ അജഞ്ചലരല്ലാതെ ആവേശഭരിതരായിട്ട് പോകുവാൻ ഇടയായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സുഗന്ധപൂരിതമാക്കപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം, കേരവർഷങ്ങൾ ചാഞ്ചാടിയാടുന്ന അതിമനോഹരമായ നമ്മുടെ കേരളം, ഭാരതത്തിന്റെ ഉരുക്ക് നട്ടെല്ലെന്നോ ബുദ്ധി കേന്ദ്രം ബ്രെയിൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഭാരതത്തിന്റെ അകക്കാമ്പും ഉൾക്കാമ്പുമായിട്ടുള്ള നമ്മുടെ ഈ കേരളം. വിദേശികളായ പലരും കേരളത്തിന്റെ ഭൂപ്രകൃതി ആവോളം ആസ്വദിച്ചനന്തരം അവർ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ പേരുകൾ, നാമങ്ങൾ ചാർത്തിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ലാതെ മറ്റൊന്നല്ല. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഘടികാരചക്രം മുന്നോട്ട് ഉരുണ്ടു നീങ്ങിയപ്പോൾ മാനവികതയും കടപ്പാടുകളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അറബ് ശാലയേക്കാൾ ദുർഗന്ധമുള്ള ഹീനമായ വാർത്തകൾക്ക് പാത്രീഭൂതമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, പാട്ടുകാർ ചേർന്ന് പാടി, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയവും മലിനമായ ഭൂപ്രകൃതിയും. ശരിയാണ് പ്രിയപ്പെട്ടവരെ, മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂപ്രകൃതിയെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന, ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പരിസ്ഥിതി തകർത്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇതിന് മറുവശം, ശരിക്കും മലീമസമായിരിക്കുന്നത്, മലിനമാക്കപ്പെട്ടത് പ്രകൃതിയാണോ? അല്ല, മനുഷ്യന്റെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ മനസ്സ് ഹീനമായ ദുർഗന്ധം വമിക്കുന്ന അനവധി നിരവധി ഒരുമണി ഇടങ്ങഴി വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ നാടിന്റെ പോക്ക് ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതിനെയൊക്കെ കാരണം ലഹരിയുടെ ഉൽപാദനവും ഉപഭോഗവും അല്ലാതെ മറ്റൊന്നല്ല. രാജൻ, ദിനേശ്, ഗണേശ്, മലര്, ഓറൻ ഡയമണ്ട്, ആൾദാറ്, ആര്യ, മിനിക്കുട്ടി, ഇങ്ങനെ വ്യത്യസ്തമായ ബീഡി കമ്പനികൾ ബീഡി ഉണ്ടാക്കുകയും വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ പുകമറ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ, അല്പം കൂടെ ഗ്രേഡ് കൂടിയ സിഗരറ്റ് കമ്പനികൾ പാൽമാറും, നേവിക്കറ്റും, ഫോർസ്ക്വയറും, ചാർമിനാറും, സിസർ ഫിൽറ്ററും, ഗോൾഡും എന്നുവേണ്ട വ്യത്യസ്തങ്ങളായ സിഗരറ്റ് കമ്പനികൾ ഇവിടെ സിഗരറ്റ് ഉൽപ്പാദിപ്പിക്കുകയും വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊരു പുകമറ സൃഷ്ടിക്കുന്നു. കുള്ളിപ്പും, മൂൾച്ചത്തും, പാൻപരാഗും, ഹാൻസും, പാസ്പാസും, തുളസിയും, ഇങ്ങനെ വ്യത്യസ്തമായ വർണ്ണക്കടലാസിലെ നിശബ്ദ കൊലയുടെ പാൻമസാല കൂട്ടുകൾ വിവിധങ്ങളായ പേരുകളിൽ ഇവിടെ അനധികൃതമായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. നെല്ലിക്കാ വലിപ്പത്തിലോ ചുണ്ടയ്ക്കാ വലിപ്പത്തിലോ ഉരുട്ടിയെടുത്തനന്തരം ഷട്ടർ പൊക്കുന്ന പോലെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും ഒക്കെ പൊക്കി സ്വസ്ഥാനത്ത് തിരികെ അനന്തരം കയ്യൊക്കെ തുറന്ന് മേളോട്ട് കയറ്റി പുറം പോലെ നെഞ്ചൊക്കെ വിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ ഒരു പഞ്ചായത്ത് മുഴുവനും വിലയ്ക്ക് വാങ്ങിയ അഹങ്കാരത്തോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ. ഓർക്കുക, ഭാര്യ
വോഡ്കയും ബ്രാൻഡിയും വിസ്കിയും ജവാനും കൊത്തുപടിയും വാറ്റുചാരായോ പച്ചച്ചാരയോ വ്യത്യസ്തമായ മദ്യ കമ്പനികൾ ഇവിടെ മദ്യം പുഴ പോലെ ഒഴുകുകയാണ് പ്രിയപ്പെട്ടവരെ. MDMA, LSD, സ്റ്റാമ്പ്, ഹെറോയിൻ, കൊക്കൈൻ, മരഞ്ചുവാനി എന്ന് വേണ്ട വ്യത്യസ്തമായ പ്രത്യേക നിറമോ ഗുണമോ മണമോ ഒന്നുമില്ലാത്തത് ദ്രാവക രൂപത്തിൽ സിറിഞ്ചിലൂടെ ലഹരി പടർത്തിക്കൊണ്ടിരിക്കുന്നു. പൊടി രൂപത്തിലും ചോക്ലേറ്റ് പരുവത്തിലും സ്റ്റാമ്പ് രൂപത്തിലും മാജിക് മഷ്റൂമും സ്ട്രോബെറി കിക്കും പോലുള്ള വ്യത്യസ്തമായ ലഹരി വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെയാണ് വാസ്തവത്തിൽ അമ്മയാരാണ്, പെങ്ങളാരാണ്, സ്ത്രീജനങ്ങളോടുള്ള ബഹുമാനമോ കടമകളോ നിവർത്തിക്കുവാൻ കഴിയാതെ മനുഷ്യൻ ഹീനമായി